ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യത്തിലും കാർമ്മികത്വത്തിലും ലോകാന്ത്യം വരെ നടക്കുന്ന ഉന്നതമായ സംഘമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘത്തിൻ സ്ഥാപകൻ സത്യശുഭാനന്ദ ദേവനാണ് എന്ന് കീർത്തനത്തിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ട്. ഇത് വെറുതെ ഒരു പ്രചോദനമുണ്ടാകാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, നിങ്ങളുടെ ആത്മാവിൽ അനുഭവമാകുവാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. ഇത് ആത്മാവിൽ സ്വീകരിച്ച് പരിപാലിക്കുന്നവർക്ക് മാത്രമേ ഈ സത്യം ബോധ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന അനേകം സ്ഥാപനങ്ങളെ പോലെ, അവിടെ നടക്കുന്ന സമ്പ്രദായങ്ങളെ പോലെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആ വിധത്തിൽ അങ്ങ് പോവുകയുള്ളൂ. യഥാർത്ഥമായതിനെ അറിയാതെ നിങ്ങളുടെ ജന്മവും നഷ്ടമായി പോകും. ഗുരു അറിയിക്കുന്ന അറിവിനെ ആദരസമന്വിതം സ്വീകരിച്ച് പരിപാലിക്കുമ്പോഴാണ് ഉന്നതമായ ഈ സത്യം, എന്താണ് സത്യം? ദൈവമാണ് അവതാരമായി വന്നിരിക്കുന്നത് എന്നതാണ് ഇവിടെ രഹസ്യമായി വെച്ചിരിക്കുന്ന പരമമായ സത്യം. ഞാനിത് വാഗൊണ്ട് പറയുന്നു, ഓരോ ശരീരവാഴ്ചകളിലൂടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത് രഹസ്യമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉള്ളുകളി എന്ന് പറയുന്നത്. വാഗൊണ്ട് നിങ്ങളോട് പറയുകയാണല്ലോ, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒറ്റ വാക്കിലങ്ങ് ബോധ്യപ്പെടുമോ? ബോധ്യപ്പെടുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ രഹസ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരമരഹസ്യവും പരമസത്യവും എന്ന് പലപ്പോഴും പറയാറുണ്ട്. പരമസത്യമാണ്, പക്ഷേ അത് പരമരഹസ്യവുമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ രഹസ്യമായി വെച്ചിരിക്കുന്നത്? അർഹതയനുസരിച്ച് ഓരോന്നിനെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഇതിനൊരു രഹസ്യ സ്വഭാവം വെച്ചിരിക്കുന്നത്.